നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ ബാലേന്ദ്രനെ കേട്ടത് വിശ്വസിക്കാനായില്ല. ബാലേന്ദ്രൻ ചോദിച്ചു, നീ എന്താ പറഞ്ഞ അലീനയെന്ന് ചോദിച്ചു. അത് വെച്ചാ രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാ ശരണ്യ എന്നോട് പറഞ്ഞ്. പിന്നെ എന്തിനാടി പോലീസും അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും ഒക്കെ ചേർന്നിട്ട് എൻ്റെ മോനെ കുടുക്കിയത് ബലാത്സംഗ കേസിലെ പ്രതിയാക്കിയെന്ന് ചോദിച്ചു. അത് പിന്നെ ശരണ്യക്ക് അങ്ങനെ പറയേണ്ടി വന്നെന്നോ? എന്തിന്? വീട്ടുകാരും പോലീസും ഒക്കെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പം രോഹിത്തും ഉണ്ടെന്ന് പറയുക ചെയ്തേ. ഓഹോ, അപ്പം അങ്ങനെയായിരുന്നു കാര്യമില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയായ എൻ്റെ മോനെ അകത്ത് കിടത്തിയതിൻ്റെ പിന്നിൽ അവളല്ലേന്ന് ചോദിച്ചു. അച്ഛാ, അങ്ങനൊന്നും പറയരുത്. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അവളെ പുണ്യാളത്തിൽ നിന്ന് വിളിക്കണോ? എൻ്റെ മോനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾക്കറിയായിരുന്നല്ലോ. അത് പിന്നെ അച്ഛാ, അവളുടെ നിവൃത്തികേടും ഉണ്ട്. എന്ത് നിവൃത്തികേട്? എടി, 3 അക്ഷരം പറഞ്ഞാൽ പോരായിരുന്നോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളേ? അപ്പോൾ പിന്നെ അവനകത്ത് കിടക്കേണ്ട വരുമായിരുന്നോ? അതെ, എൻ്റെ മക്കളിപ്പോഴും സ്കൂളിലും കോളേജിലൊന്നും പോകാൻ തുടങ്ങിയിട്ടില്ല. നാണക്കേട് മാറിയിട്ടില്ല. എത്രമാത്രം വേദന അനുഭവിച്ചു. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് പറഞ്ഞ് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും അലീനെ വിളിച്ചു. അച്ഛ അവിടെ നിൽക്കുക, അച്ഛനത് എന്ത് ചെയ്യാൻ പോവാ? അതെ, ഇവിടെ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അച്ഛ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ തിരിഞ്ഞു വന്നു. അങ്ങനെ ഒരു നിലപാട് അവൾ എടുക്കുന്നെങ്കിൽ അച്ഛൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവളിനി എങ്ങനെ വേണ്ടും പറഞ്ഞോട്ടെ, തിരുത്തി പറഞ്ഞോട്ടെ, മാറ്റി പറഞ്ഞോട്ടെ. പക്ഷേങ്കിൽ നിരപരാധിത്വം എനിക്ക് വ്യക്തമായിട്ടുണ്ട് എൻ്റെ മോൻ്റെ. അതുകൊണ്ട് അവനെ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ സന്നദ്ധനാന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രനെ കൂടെ കയറി പോകാൻ തുടങ്ങുമ്പോൾ അലീന പറഞ്ഞു, അച്ഛാ നമുക്ക് കിട്ടിയൊരു തീപ്പൊരിയാ, അത് അച്ഛനായിട്ട് അത് അണച്ചു കളയില്ല. ഒരു പക്ഷേങ്കിൽ ഇതിൻ്റെ പിന്നാലെ അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പം പറയും രോഹിത്തും കൂടെ ചേർന്നിട്ട് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കൂടെ കയറി പോകുമ്പോൾ വല്ലാത്തൊരു വിഷമത്തിൽ അലീന നിൽക്കുവാണ്. പിന്നീട് ബാലേന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക. ആ സമയത്താണ് ബബിത അങ്ങോട്ട് വരുന്നത്. എന്താ ഇവിടെ ഒരു ഒച്ചപ്പാടും ബേളം എന്നൊക്കെ ചോദിച്ചു. അതെ, ഒച്ചപ്പാടും ബേളം എന്താ, നീ എന്താന്ന് അറിയണ്ട. അന്യഗ്രഹത്തിൽ നിന്ന് വന്ന് ജീവിയാണല്ലോ നീ. ചെന്ന് പോയി ഫോൺ നോക്കാൻ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട അലീന സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് പോന്നു. അലീനയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മനുഷ്യങ്കറിൻ്റെ കാർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ കാറിൽ നിന്നൊരു ചെറു പുഞ്ചിരിയൊക്കെ ആയിട്ട് മനുഷ്യങ്കർ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ ചിലർക്കൊക്കെ എന്നെ കണ്ടില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, എന്നെ കാണണമെന്ന് പോലും ഇല്ലോ. പിന്നെ അങ്ങനെ പറയരുത് മനുവേട്ട. ദേ, ഞാൻ മനുവേട്ടനെ കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് വിളിച്ചേ. പിന്നെ എന്നെ കണ്ടില്ലെങ്കിലും ഒരു പ്രശ്നമില്ലെന്നുള്ള കാര്യം എനിക്ക് കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മനസ്സിലായതാ. നമ്മളെയൊക്കെ തിരക്കാൻ എപ്പോഴാ സമയം എന്നൊക്കെ ചോദിച്ചു. ആ സമയം അലീന പറഞ്ഞു, അങ്ങനെയൊന്നും പറയരുത്. അല്ല, എന്നോട് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ബാ മനുവേട്ട പറയാമെന്ന് പറഞ്ഞു. ഞാനേ ശരണ്യയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഓ, ശരണ്യയുടെ വീട്ടിൽ പോയില്ലേ? എന്നിട്ട് എന്നോട് ഒരു വാക്കും പോലും പറഞ്ഞില്ലല്ലോ. അല്ല, മനുവേട്ടൻ എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് പറയാറുണ്ടോ? അത് പിന്നെ ഇപ്പോൾ വിളിക്കും മനുവേട്ടൻ പറയും കോട്ടയത്താന്ന് പറയും, കുറച്ച് കഴിയുമ്പോൾ വിളിക്കും ചിലപ്പോൾ പറയും എറണാകുളത്താന്ന് പറയും. എന്നോട് പറഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോന്നേ. അല്ല, അത് എങ്കിൽ പിന്നെ എന്തിനാ മനുവേട്ടാന്ന് ചോദിച്ചു. അത് കേട്ടപ്പം മനുഷ്യങ്കരോട് ശരിക്കും ചമ്പലൊക്കെ തോന്നി. പിന്നീട് ചോദിച്ചു, അല്ല നീയേ എന്തോ കാര്യം എന്നോട് സീരിയസ് ആയിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അതും മനുവേട്ട, ശരണ്യനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പം ശരണ്യ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞു. എന്ത് കാര്യങ്ങൾ? അത് രോഹിത്ത് നിരപരാധിയാന്നോ? അതെ, രോഹിത്ത് അവളെ ഉപദ്രവിച്ചിട്ടില്ലെന്ന്. അവൾ നിന്നോട് അങ്ങനെ പറഞ്ഞോ? അതെ, എന്നോടങ്ങനെ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്തിനാ അവള് പോലീസിനോടും ബാക്കിയുള്ള എല്ലാവരോടും പറഞ്ഞ് രോഹിത്തും കൂടെ ഇതിനകത്ത് പ്രതിയാന്ന് പറഞ്ഞേ? അത് പിന്നെ പോലീസുകാരും അവളുടെ വീട്ടുകാരും ഒക്കെ നിർബന്ധിച്ചോണ്ടോ? അത് മനുവേട്ട, അവള് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് പോലും പ്രതീക്ഷിച്ചില്ല. അവൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സംഭവത്തിന് ശേഷം അവൾക്ക് തീരെ വയ്യാണ്ടായി. അങ്ങനെ വീട്ടുകാർ അവളെ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും ഡോക്ടർ പോലീസിനെ വിവരം അറിയിച്ചു. അവളുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയെന്ന് പറഞ്ഞു. പിന്നീട് രോഹിത്തും കൂടെ ഉണ്ടെന്ന് പറയാനായിട്ട് പോലീസുകാർ അവരൊക്കെ നിർബന്ധിച്ച അങ്ങനെ അവൾ പറഞ്ഞെന്ന് പറഞ്ഞു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ? അങ്ങനെയാണിത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല, രക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചു രോഹിത്തിനെ. രക്ഷിക്കണം മനുവേട്ട, അങ്ങനെയാണെങ്കിൽ അവൾക്കെതിരെ കേസ് കൊടുക്കണം, വഞ്ചനാക്കുളത്തിന് കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ശരിയാവുന്ന കാര്യമില്ല. അതെന്താ, നിനക്ക് അവനെ രക്ഷിക്കേണ്ടെന്നാണോ? രക്ഷിക്കണം മനുവേട്ട. എടി, പിന്നെ ഇതൊക്കെ സത്യമാണെന്നുണ്ടോ, ഉറപ്പാണോന്ന് ചോദിച്ചു. ശരിക്കുള്ളതാണോ എന്ന് ചോദിച്ചു. രോഹിത്ത് തെറ്റ് ചെയ്തിട്ടില്ലാന്ന്. അവൻ പിന്നെ എന്തിനാ അവിടെ പോയെന്ന് ചോദിച്ചു. അതേ അല്ലപ്പം മനുവേട്ട, തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതാണെങ്കിലോ? എങ്ങനെ? അവനറിയത്തില്ലാതെയാണ് പോകുന്നത് ആ പെണ്ണ് അവിടെ വരുമെന്ന്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും, ഹരിയുടെ സ്വഭാവമല്ലേ. വേണമെങ്കിൽ വല്ല ബർത്ത്ഡേ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത്തിനെ വിളിച്ചു കാണും, അങ്ങനെ അവൻ ചെന്നായിരിക്കും. പക്ഷെ എനിക്ക് അതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് മനു പറഞ്ഞു. വിശ്വസിക്കണം മനുവേട്ട, അവൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയാവോ?
രോഹിത്തിന് ബാക്കി 3 പേര് അവരുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ട് മുറിയിലേക്ക് ഉണ്ടായെന്ന് അവളുടെ ദേഹത്തേക്ക് പിടിച്ചിട്ടെന്ന് അവൻ വേണ്ടാന്നും പറഞ്ഞിട്ട് കുതിരി മാറി. ഒടുവിൽ അവനിട്ട് തല്ലൊക്കെ കൊടുത്തു. അങ്ങനെ നീ മാത്രം രക്ഷപ്പെടെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് പോകാനൊരുങ്ങിയ രോഹിത്തിനെ ബാത്റൂമിൽ പിടിച്ചിട്ടെന്നാ പറഞ്ഞേ. ഇവരിറങ്ങിയ സമയത്താണ് ഇറക്കി വിട്ടത് പോലും. അങ്ങനെയൊക്കെ സംഭവിച്ചേ. അത് കേട്ടപ്പം മനുശങ്കർ തോന്നി ചിലപ്പോൾ ശരിയായിരിക്കും. പിന്നീട് അലീന പറഞ്ഞു, ഹരിയല്ലേ ആള്, ഇവൻ ഇതും ചെയ്യും ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറഞ്ഞു. അതൊക്കെയാ ശരിക്കും സംഭവിച്ചേ. അല്ല, ഇതൊക്കെ നിന്നോടാരാ പറഞ്ഞേ? ശരണ്യ, വേറല്ലാതെ ആരാ പറയണേ? പിന്നെ അവളുടെ വീട്ടുകാർക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവരൊന്നും സത്യങ്ങളൊന്നും പറയത്തില്ല. ഇപ്പം ആകെപ്പാടെ നമുക്ക് കിട്ടിയൊരു കച്ചിത്തരുമ്പ അലീന ശരണ്യ പറഞ്ഞ് വിവരമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനു പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടവരേക്ക് അറിയിച്ച് രക്ഷിക്കണം അവനെന്ന് പറഞ്ഞു. മനുവേട്ട അങ്ങനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണമെന്ന് പറഞ്ഞു. നീ എന്തൊക്കെ പറയണേ, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് പിന്നെ മനുവേട്ട, അവൾക്കെതിരെ നമ്മൾ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ കോടതിയിൽ സത്യങ്ങളൊന്നും തുറന്നു പറയണമെന്നില്ല. അവൾക്ക് ഒരു കാരണവശാലും അവൾ പ്രഷർ കൊടുക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളിങ്ങനെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ കോടതി ചെന്നിപ്പോൾ അവളുടെ വീട്ടുകാരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി രോഗത്തിൻ്റെ പേരും കൂടെ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. അത് പാടില്ല. അവൾക്ക് സ്വയം മനസ്സാല തോന്നി അവൾ പറയണം. അങ്ങനെ അവൾ പറയുമെന്ന് തോന്നുന്നുണ്ടോ? തോന്നണം മനുവേട്ട. അതാ ഞാൻ പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് അവനെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല, അങ്കിൾ അത് അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. അങ്കിൾ അറിഞ്ഞു. എന്നിട്ട് അച്ഛൻ ആകെപ്പാട് ടെൻഷനായിരുന്നു. ഇപ്പം തന്നെ പോകും, പത്രക്കാരെ മീഡിയക്കാരെയൊക്കെ വിളിച്ചു വരുത്തും, സത്യങ്ങളൊക്കെ എല്ലാവരുടെ മുന്നിൽ തുറന്നു പറയുന്നൊക്കെ. എന്നിട്ട് എന്താവാനായിട്ടാ? ഞാൻ ഒരു വിധത്തിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛൻ അതുകൊണ്ടൊന്നും നിൽക്കുമെന്ന് തോന്നില്ല. ശരി, ഞാൻ അങ്കിളിനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനുശങ്കർ അങ്ങോട്ടേക്ക് കയറി പോവാണ് മുറിയിലേക്ക്. പിന്നീട് മനുശങ്കർ ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് എല്ലുവാണ്. അങ്കിളെന്ന് വിളിച്ചു കഴിഞ്ഞ് പറഞ്ഞു, എടാ ഞാൻ ദേഹം ഒന്ന് കഴിക്കൊണ്ടിരിക്കുക, ഇപ്പം തന്നെ വരാം, നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും അലീന മുറിയിലേക്ക് ചായയൊക്കെ ആയിട്ട് വന്നു. അല്ല, അച്ഛൻ എന്തേന്ന് ചോദിച്ചു. കുളിക്കുവാന്ന് പറഞ്ഞു. ഇപ്പം ഇതെവിടെ പോകാനാ കുളിക്കണേന്ന് ചോദിച്ചു. അതറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ബാലേന്ദ്രൻ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മനുശങ്കർ ചോദിച്ചു, അല്ല അങ്കിളിന് എങ്ങോട്ടാ ഈ സമയത്ത് പോകുന്നേ? അതെ, വക്കീൽ ഓഫീസിൽ നിന്ന് പോകണം, പിന്നെ ബ്യൂറോയിലെ 1-2 ആൾക്കാരെ കാണാനുണ്ടെന്ന് പറഞ്ഞു. അതെന്തിനാ ഇപ്പം അങ്ങോട്ടേക്ക് പോകുന്നേ? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് അലീന അങ്ങോട്ട് പോയി. എടാ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ മനു? എന്ത്? രോഹിത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതെന്നോട് അലീന പറഞ്ഞായിരുന്നു. എടാ, അങ്ങനെയാണ് അവനെ രക്ഷിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോണേന്ന് പറഞ്ഞു. എൻ്റെ അങ്കിൾ ഇങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യമുണ്ടോ? എടാ, എനിക്ക് എൻ്റെ മോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്കിൾ എടുത്ത് ചാടി ഒരു തീരുമാനമൊന്നും എടുക്കരുതെന്ന് പറഞ്ഞു. പിന്നെ നീ എന്താടാ പറയണേ? അങ്കിൾ ഇപ്പം കൊണ്ടുപോയി പരാതിയായിട്ടും അതായിട്ടും ഇതായിട്ടും പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേങ്കിൽ അവൾ നിഷേധിച്ചാലോ, ശരണ്യ എതിർത്താലോ, ശരണ്യ പറയുക രോഹിത്തും കൂടെ ചേർന്ന് എന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ അറിയാലോ, കഥയാകെ അങ്ങോട്ട് മാറുമെന്ന് പറഞ്ഞു. എടാ, പിന്നെ ഞാൻ എന്ത് ചെയ്യണോ നീ പറയണ? ആകെപ്പാടെ ടെൻഷനായിപ്പോയി ബാലേന്ദ്രന്. അങ്കിൾ തൽക്കാലത്തേക്കൊന്ന് സമാധാനമായിട്ടിരിക്കുക. നമ്മളിതിനകത്ത് കൈ കടത്താതിരിക്കുന്നതല്ലേ ഭേദം. ഈ പറയുന്ന രോഹിത് അത്ര പുണ്യാളൊന്നും അല്ലല്ലോ. അവനെന്തിനാ അങ്ങോട്ടേക്ക് പോയത്? വെറുതെ പോയതൊന്നും അല്ലല്ലോ. അത് പിന്നെ അതുകൊണ്ട് തൽക്കാലത്തേക്ക് അങ്കിളിപ്പോൾ ഇതിന് എടുത്തിയാടിയും തീരുമാനം എടുക്കണ്ട. നമ്മൾ കൈ കടത്താനും പോകണ്ട. അലീന എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം കാണുമല്ലോ എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ആകെപ്പാടെ ടെൻഷനായി. ഇതേ സമയം ശരണ്യയുടെ അച്ഛൻ വരുവാണ്. അപ്പം കാളിദാസൻ അരിയിലുണ്ടായിരുന്നു. ശരണ്യെ, നീ ആ അലീനയോടെല്ലാം പറഞ്ഞു എന്ന് ചോദിച്ചു. എന്ത്? കാളിദാസൻ എന്നോട് പറഞ്ഞല്ലോ, നീ ആ രോഹിത്ത് നിരപരാധിയാന്നുള്ള കാര്യം പറഞ്ഞെന്ന്. ആ വീട്ടിലല്ലേ അവൾ ആ പെണ്ണ് നിൽക്കുന്നേ, അലീന. നിന്നോട് അവൾ എന്തെങ്കിലും രോഹിത്തിനെ കുറിച്ച് ചോദിച്ചോന്ന് ചോദിച്ചു. ഇല്ലച്ചാ, അലീന ചേച്ചി എന്നോട് ഒന്നും ചോദിച്ചില്ല. പിന്നെ നീ എന്തിനാണ് ഇത് പറയാൻ പോയത്? എനിക്ക് തോന്നി അങ്ങനെ പറയണമെന്ന്. പാവം രോഹിത്ത്, നമ്മൾ ഒരിക്കലും അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റവാളിയാക്കാൻ പാടില്ലോ. പിന്നെ അവനവിടെ ഉള്ളതുകൊണ്ടല്ലേ. എന്നാലും വെച്ചാൽ അത് ശരിയല്ല. കാരണം എല്ലാവരും കൂടി പാവത്തിനെ അടിച്ചു, എന്നിട്ട് പോലും എന്നെ ഉപദ്രവിക്കാതെ കടന്ന് കളയുകയെ ചെയ്തേന്ന് പറഞ്ഞു. ഓ, അപ്പം നീ അതെല്ലാം പറഞ്ഞു കൊടുത്തല്ലേന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ കേസ് മാറി മറിയാൻ പോവാന്ന് പറഞ്ഞു. മാറി മറിയാനോ? അതെ. ഇനിയിപ്പോൾ എല്ലാവരും പറയും നീ വാക്ക് പറഞ്ഞല്ല, നീ കാര്യങ്ങളൊക്കെ വാക്ക് മാറ്റി പറയുന്നവളാണ്. ഇതിനകത്ത് സത്യാവസ്ഥ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല, അവർ പീഡിപ്പിച്ചിട്ടുണ്ടോയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ 100 കാര്യങ്ങൾ വരും. മാധ്യമങ്ങളും എല്ലാവരും ഓരോന്നൊക്കെ പറഞ്ഞു വരുത്തുമെന്ന് പറഞ്ഞു. നീയാ ശരിക്കും നാണം കിടാൻ പോകുന്നേ. അത് കേട്ട് കഴിഞ്ഞപ്പം ശരണ്യ പറഞ്ഞു, അങ്ങനെ പറയലച്ചാ, ബാക്കി 3 പേരും തെറ്റ് ചെയ്തവരാണല്ലോ. നിനക്കതൊക്കെ പറയാം, പക്ഷേ എങ്കിലേ കാര്യങ്ങളൊക്കെ ഇനി മാറി മറിയാൻ പോവാ. ഞാനിനി പറഞ്ഞില്ല എന്ന് വേണ്ട. അത് കേട്ടപ്പോൾ ശരണ്യ ഇങ്ങനെ ആലോചിക്കുക. അപ്പം ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നല്ലേ. പിന്നല്ലാതെ ഇനിയിപ്പോൾ കേസ് വന്നു കഴിയുമ്പോൾ നീ കണ്ടു, ഇനിയെങ്കിൽ അവർ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ എന്താണല്ലോ ആ പെണ്ണ് അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കും, കേസ് മാറി മറിയൂന്ന് പറഞ്ഞു.
അതെല്ലാം കേട്ടപ്പോൾ ശരണ്യ പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയാണല്ലേ, അപ്പം നിങ്ങൾ ആണുങ്ങളാ കുറ്റക്കാരല്ലേന്ന് ചോദിച്ചു. ശരണ്യക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. കാരണം രോഗത്തെ തെറ്റ് ചെയ്യാഞ്ഞിട്ടും രോഗത്തിനെ കുറ്റവാളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനിയിപ്പം താനെങ്ങാനും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താൻ എല്ലാവരുടെയും മുന്നിൽ ക്രൂശിക്കപ്പെടും എന്നൊരു ചിന്ത. അപ്പം അതുകൊണ്ടാണ് തൻ്റെ അച്ഛൻ തന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും അച്ഛൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. അതാണ് ശരണ്യ തൻ്റെ സ്വന്തം അച്ഛനെതിരെ പോലും തിരിയുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.